ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക സേതുമാധവനോട് പറയുകയാണ്, ഇനിയും ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുകയാണ്. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞാലും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിറ്റുപോലും കുറയില്ല. പിന്നെ എനിക്ക് അച്ഛനോടൊരു സങ്കടം പറയാനുണ്ട്. അച്ഛൻ 3 മരുമക്കളെയും 3 തരത്തിലാണ് കാണുന്നത്. അന്ന് ആതിര ഇങ്ങോട്ടേക്ക് സന്ദീപിനെ തിരക്കി വന്നപ്പോൾ ആതിരയുടെ വയറ്റിൽ നെല്ലിശ്ശേരിയിലെ അനന്തരാവകാശിയുടെ രക്തമാണ് ഓടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ആതിരയെ അകത്ത് കയറ്റി. അന്ന് ഗർഭിണിയായതുകൊണ്ട് അച്ഛൻ ആതിരയോട് ക്ഷമിച്ച് അകത്ത് കയറ്റിയെങ്കിൽ ഇന്ന് ഗർഭിണിയായ എന്നെയാണ് അച്ഛൻ ഇവിടുന്ന് ഇറക്കി വിടുന്നത്. എൻ്റെ വയറ്റിലുള്ളതും നെല്ലിശ്ശേരിയിലെ ചോറ് തന്നെയാ. നെല്ലിശ്ശേരിയിലെ മൂത്ത മകൻ നന്ദൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്. തുടർന്ന് നന്ദൻ്റെ അടുത്തേക്ക് ചെന്ന് അവന്തിക പറയുകയാണ്, നന്ദേട്ടൻ എന്നെ കൈ പിടിച്ചാ ഈ വീട്ടിലേക്ക് കയറ്റിയത്. ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് പടിയിറങ്ങുകയാണ്. ഞാനും അനഘയും ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വാടക വീട്ടിൽ കാണും. നന്ദേട്ടന് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാം. ഒരു കുറവും വരുത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ നമ്മുടെ കുഞ്ഞിനെ നോക്കിക്കോളാം, വളർത്തി വലുതാക്കിക്കോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അനഘയും കൂട്ടി ഇറങ്ങാനൊരുങ്ങുമ്പോൾ സേതുമാധവൻ പറയുകയാണ്, അവന്തിക നിൽക്ക്. അങ്ങനെ നെല്ലിശ്ശേരിയിലെ അനന്തരാവകാശി ഒരു വാടക വീട്ടിൽ ജനിക്കേണ്ട കാര്യമില്ല. നെല്ലിശ്ശേരിയിലെ കുഞ്ഞുങ്ങൾ നെല്ലിശ്ശേരിയിൽ തന്നെ വേണം ജനിച്ചു വീഴാൻ. അന്ന് ആതിരോട് ചെയ്തത് എന്താണോ അത് തന്നെയാണ് ഞാനിന്ന് അവന്തികയോടും ചെയ്യാൻ പോകുന്നത്. നീ ഗർഭിണിയായതുകൊണ്ട് മാത്രം നീ ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ഒന്നുകൂടി ക്ഷമിക്കുകയാണ്. സേതുമാധവൻ ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാവരും ക്ഷമിച്ചെന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഒരു ഫോൺ കോളിലൂടെയോ അല്ലാതെയോ നീ ഇനി ഒരു കാരണവശാലും ഓഫീസ് കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടാൻ പാടില്ല. ഇതെൻ്റെ അവസാന തീരുമാനമാണ്. ഇതൊക്കെ കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചനയും നന്ദനും. തുടർന്ന് ടീനയോട് സേതു പറയുകയാണ്, കുടുംബത്തിൻ്റെ എന്തൊക്കെ അവസ്ഥയാണെങ്കിലും പ്രലോഭനങ്ങളിൽ വീഴരുത്. ആരെയും ചതിക്കാനും നിൽക്കരുത്. നിന്റെ അച്ഛൻ പറയുന്നതാണെന്ന് കരുതിയാൽ മതി. സച്ചി ഈ ഒരു തവണത്തേക്ക് ഇവളോട് ക്ഷമിച്ചേക്ക്. ജോലിയിൽ നിന്നൊന്നും പറഞ്ഞു വിടണ്ടെന്നും സേതു പറയുന്നു. ഇന്ന് ഈ വീട്ടിൽ ഒരു സന്തോഷ വാർത്ത കേട്ടതുകൊണ്ട് ആരുടെയും കണ്ണുനീരിവിടെ വീഴണ്ട എന്ന് കരുതി മാത്രമാ ഞാൻ നിന്നോട് ക്ഷമിച്ചത്. തുടർന്ന് അവന്തിക പറയുകയാണ്, അച്ഛൻ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ ഓർത്താണെന്ന് എനിക്കറിയാം. അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴും കുറ്റക്കാരിയാണെന്നല്ലേ? ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ തെറ്റുകാരിയായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ വീട് വിട്ടു പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എനിക്ക് ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്നത് ഇഷ്ടമല്ല. അത്രയും പറഞ്ഞ് അവന്തിക പോകാനൊരുങ്ങുമ്പോൾ സേതുമാധവൻ അവന്തികയെ തടയുകയാണ്. എന്നെ ഒരു കുറ്റക്കാരിയെപ്പോലെ ഈ വീട്ടിലെ ആരും നോക്കരുത്. ആ ഒരു ഉറപ്പ് അച്ഛന് തരാനാകുമോ എന്ന് അവന്തിക ചോദിക്കുന്നു. അതെ, എനിക്ക് നിനക്ക് വാക്ക് തരാനാകും. സേതുമാധവന്റെ വാക്ക് ഈ വീട്ടിലുള്ള ആരും മറികടക്കില്ലെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. ഇനിയും നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നിനക്കിവിടെ നിന്ന് പോകാം. ഇത്തവണ ഈ ഒരു തവണ കൂടി അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കാം. അത് അച്ഛൻ പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ്. ഈ വീട്ടിലെ കുഞ്ഞു വളരേണ്ടത് ഒരു വാടക വീട്ടിലല്ല, നെല്ലിശ്ശേരിയിൽ തന്നെ ആയതുകൊണ്ട് മാത്രം. അച്ഛൻ്റെ സ്നേഹമില്ലാതെ എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് മാത്രം. ഇത് കേൾക്കുന്ന സേതു അർച്ചനയോട് അവന്തികയുടെ പെട്ടി കൊണ്ട് മുറിയിൽ വെക്കാൻ പറയുന്നു. അങ്ങനെ അവന്തികയുടെ മുറിയിൽ പെട്ടി കൊണ്ടുവച്ച് അർച്ചന തിരിയാനൊരുങ്ങുമ്പോൾ അവന്തിക അങ്ങോട്ടേക്ക് വന്ന് അർച്ചനയെ തടയുകയാണ്. നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാ. ഈശ്വരൻ നിന്റെ കൂടെ തന്നെയാ. നീയേ അവന്തികയായിട്ട് പുതിയൊരു പോരാട്ടത്തിന് തയ്യാറായിരുന്നു. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ അവന്തികയുടെ കൈ തട്ടിമാറ്റി അവിടെ നിന്ന് പോകാൻ നേരം മുറിയിലേക്ക് നന്ദൻ വരികയാണ്. തുടർന്ന് മുറിയിലേക്ക് ചെന്നതിന് ശേഷം നന്ദൻ പറയുകയാണ്, നിന്റെ വാചക കസർത്ത് കേട്ട് എൻ്റെ അച്ഛൻ വീണ് കാണും. പക്ഷേ ഈ നന്ദൻ വീഴില്ല. നീ ആ ഡോക്ടറെ കൊണ്ട് കള്ളം പറയിച്ചതാണെന്ന് എനിക്കറിയാം. ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി മാത്രമുള്ള നിന്റെ ഒരു നാടകമാണ് ഈ ഗർഭം. എന്നെ എൻ്റെ ഭർത്താവ് നന്നായി തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് സത്യം തന്നെയാ. നെല്ലിശ്ശേരിയിലെ നന്ദൻ്റെ ഭാര്യ അവന്തികയെ ഗർഭിണി തന്നെയാ. നിന്റെ കള്ളത്തരമൊന്നും നീ എന്നോട് പറയാൻ നിൽക്കണ്ടെന്ന് നന്ദൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് സത്യം തന്നെയാ. ഞാനേ ഇനി ഗർഭകാലം അങ്ങ് ആസ്വദിക്കാൻ പോവുകയാണെന്നും അവന്തിക പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന നന്ദനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.